നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇൻ യുവർ 20s നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്കൊരു സ്ഥിര വരുമാനം, നമുക്കൊരു സ്റ്റേബിൾ ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായി നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 20s അതിനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി 30s നമ്മളൊരു വീട് വാങ്ങുക, അല്ലെങ്കിൽ ലോങ് ടേമിൽ ക്യാഷ് അല്ലാത്ത നമുക്കധികം റിട്ടേൺ കിട്ടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഷോപ്പ് വാങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ലിക്വിഡ് അല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 30s നമ്മുടെ 40s എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ലിക്വിഡ് ക്യാഷിലായിരിക്കണം. അതായത് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് ഡെപ്പോസിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഗോൾഡ് ആയിരിക്കാം. അങ്ങനെ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാവുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ 40s ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ 50s ഏറ്റവും കൂടുതൽ നമ്മൾ പൈസ എപ്പോഴും ശേഖരിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ, റിട്ടേണിനേക്കാൾ കൂടുതലായി നമ്മളെപ്പോഴും വളരെ സേഫായിട്ടുള്ള ക്യാഷ് ഡെപ്പോസിറ്റ്സ് തന്നെ ചെയ്യണം, PF ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുക.